ഗലാത്യലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ 14 ആണ്ട് കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി എന്ന് കാണുന്നു. പൗലോസ് ശുശ്രൂഷ ചെയ്തിരുന്നത് ഒറ്റയ്ക്കായിരുന്നില്ല. അദ്ദേഹത്തിന് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. ദൈവശുശ്രൂഷകർ ഒറ്റയ്ക്കല്ല, എപ്പോഴും കൂട്ടായ പ്രവർത്തനമാണ് ചെയ്യേണ്ടതെന്നും ഇതും യേശു ശിഷ്യന്മാരെയും അറിയിപ്പുകാരെയും അയച്ച വിധവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 10:1. ലൗകിക ജീവിതത്തിലും ഇത് പിന്തുടരേണ്ട മാതൃകയാണ്. പൗലോസിനോടൊപ്പം യെരുശലേമിലേക്ക് പോയവരിൽ ഒരാൾ നിലം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചതായി അപ്പോസ്തല പ്രവൃത്തികൾ 4:36-37 പറയുന്ന പ്രബോധനപുത്രൻ അഥവാ ആശ്വാസപുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച ലേവ്യനായ കുപ്രോസ് ദ്വീപുകാരനായ ബർന്നബാസാണ്. ദൈവവിളി സ്വീകരിച്ച ബർന്നബാസിൻ്റെ പ്രത്യേകത യേശുവാകുന്ന സമ്പത്ത് നേടാനായി മാമോനെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ ക്രൂശിനെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും അഭിമാനിച്ചിരുന്ന പൗലോസിനോട് ചേർന്ന് അഗ്രേർമക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണത്തിലൂടെ തൻ്റെ പേരിൻ്റെ അർത്ഥം അന്വർത്ഥമാക്കിക്കൊണ്ട് അവർക്ക് ആശ്വാസമായി. പിന്നീട് അദ്ദേഹം സൈപ്രസിലെ കുപ്രോസ് ഓർത്തഡോക്സ് സഭയുടെ സ്ഥാപകനും ആയിത്തീർന്നു. അദ്ദേഹം മർക്കോസിൻ്റെ പിതൃ സഹോദരിയുടെ മകനായിരുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയെക്കുറിച്ചും പദ്ധതിയുണ്ട്. അതിലേക്ക് നാം കടന്നു വരുവാൻ എഫേസ്യർ ലേഖനം 2:10 വചനം വിശ്വസിച്ച് ഉരുവിടുക, പ്രാർത്ഥിക്കുക. കൂടാതെ ഈ ലോകത്തിലെ നമ്മുടെ പേരിനും അതിൻ്റെ അർത്ഥത്തിനും പ്രാധാന്യമുണ്ടെന്ന് ഓർക്കുക. കർത്താവ് നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകും. അബ്രഹാമും യാക്കോബും അതിന് ഉദാഹരണങ്ങൾ മാത്രം. അതുകൊണ്ട് തലമുറകളുടെ പേരുകൾ ദൈവഹിതപ്രകാരമുള്ളതായിരിക്കട്ടെ. തലമുറകൾ ദൈവത്തിൻ്റേതായിരിക്കട്ടെ. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമെന്ന് ഓർക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.